Hi friends, welcome to Neethas Tasteland. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ സാധാരണ ചെറിയ സ്നാക്സ് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാറില്ലേ, മുട്ട ബജി, കായ ബജി, അതുപോലെ തന്നെ മുളക് ബജി, അതിലുള്ള മുട്ട ബജിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുട്ട ബജി വീടുകളിൽ അധികം ഉണ്ടാക്കാറില്ല, വളരെ കുറച്ച് ആളുകളെ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ പോവുകയാണെങ്കിൽ റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് നമുക്ക് മുട്ട ബജി കിട്ടാറില്ല. ഇതുപോലെയുള്ള ചെറിയ ചെറിയ സ്നാക്സ് ഷോപ്പുകളിലാണ് നമുക്ക് മുട്ട ബജി എപ്പോഴും കിട്ടാറുള്ളത്. ചൂടോടുകൂടി തേങ്ങ ചട്നിയുടെയൊക്കെ കൂടെ ചേർത്ത് കഴിക്കാൻ എല്ലാവർക്കും വളരെ ഇഷ്ടമല്ലേ. മുട്ട ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സ്നാക്കാണ്, അതുപോലെ തന്നെ വീട്ടിൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ സ്നാക്കാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മുട്ട ബജി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ മുട്ട ബജിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മൾ മുട്ട എടുത്തിട്ടുണ്ട്, കടലമാവ്, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ, പിന്നെ നമ്മുടെ കായം, അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ, ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം, പിന്നെ നമുക്ക് മുട്ട ബജി ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ വേണം. ഇതിപ്പോ ഞാനൊരു 6 മുട്ടയാണ് പുഴുങ്ങി എടുത്തിട്ടുള്ളത്. ഈ 6 മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ പറയുന്നത്. ഇതിലിപ്പോ ആദ്യം നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടലമാവ് എടുത്തിട്ടുണ്ട്. കടലമാവിലേക്ക് ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കോൺഫ്ലവർ എടുത്തു വയ്ക്കാൻ വിട്ടുപോയി. നമ്മൾ ഉപ്പ് ചേർത്തു. ഇനിയിപ്പോ ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ചേർക്കാം. 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. കോൺഫ്ലവർ ചേർത്തിട്ട് നമ്മൾ എഗ് ബജി ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള കോട്ടിങ് കിട്ടും. ആ ഒരു ഔട്ടർ കവർ നല്ല ക്രിസ്പി ആയിരിക്കും മുട്ട ബജിയുടെ. കോൺഫ്ലവർ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഔട്ടർ കവർ ആയിരിക്കും. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അല്ല ബേക്കിംഗ് സോഡയാണ്. അതുപോലെ തന്നെ കുറച്ച് കായത്തിന്റെ പൊടിയാണ് ചേർക്കുന്നത്. ഒരു 3 പിഞ്ച് കായം ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർക്കാം. ഞാനിപ്പോ ചേർക്കുന്നില്ല. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ മുട്ട ബജിക്ക്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ ഒക്കെ നമ്മുടെ എരിവ് അനുസരിച്ച് ചേർക്കാം. അധികം എരിവ് വേണം മുട്ട ബജിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം. ആദ്യം ഈ പൊടികളൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊടികൾ ഒരുപോലെ മിക്സ് ആയി വരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഇളക്കി മിക്സ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ട. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ പൊടികൾ മിക്സ് ചെയ്യുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. ബാറ്ററിന്റെ കൺസിസ്റ്റൻസി ഞാനിപ്പോ ചെയ്യുന്ന കൺസിസ്റ്റൻസി തന്നെ ആവണമെന്നില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട ബജിയുടെ ആ ഒരു കോട്ടിങ് തിക്കായിട്ടുള്ളത് ഇഷ്ടമുള്ള ആളുകൾക്ക് കുറച്ച് തിക്കായിട്ട് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ലൂസ് ആയിട്ടുള്ള ബാറ്റർ മതി. ഇപ്പൊ നമ്മുടെ മുട്ട ബജിയുടെ പുറം ഭാഗം ചെറിയ നൈസ് ആയിട്ടുള്ള ഒരു കവറിങ് മതി എന്നുണ്ടെങ്കിൽ ലൂസ് ആയിട്ട് മിക്സ് ചെയ്യാം ബാറ്റർ. ഞാനിപ്പോ ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ മിക്സ് ചെയ്തെടുക്കുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാതെ തിക്കായിട്ടുള്ള കോട്ടിങ്ങും അല്ല, അതുപോലെ തന്നെ തിന്നായിട്ടുള്ള കോട്ടിങ്ങും അല്ലാത്ത രീതിയിൽ. നമ്മളിപ്പോ വീട്ടിൽ ചെയ്യുമ്പോൾ ഈ സമയത്ത് തന്നെ എണ്ണ ചൂടാക്കാൻ വെക്കാട്ടെ. ബാറ്റർ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ എണ്ണ ചൂടാക്കാൻ വെക്കുകയാണെങ്കിൽ നമുക്ക് ബാറ്റർ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നേരെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ നമ്മുടെ ബാറ്റർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ബാറ്റർ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിലും ലൂസായിട്ട് മതി എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ലൂസായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോ നമുക്ക് ഒരു സൈഡിലേക്ക് നീക്കി വെക്കാം. ഇനി നമുക്ക് മുട്ട 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ മുട്ട നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിപ്പോ നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ബജ്ജി ഉണ്ടാക്കാം. അതുപോലെ തന്നെ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ബജ്ജി ഉണ്ടാക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ. വലിയ മുട്ട ബജ്ജി ആണെങ്കിൽ കാണാൻ ഭംഗി ഉണ്ടാവും, ചെറിയ മുട്ട ബജ്ജി ആണെങ്കിൽ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പൊ ഏത് രീതിയിൽ വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. അപ്പൊ നമുക്കിനി ബജ്ജി റെഡിയാക്കി തുടങ്ങാം. നമ്മുടെ മുട്ട ബജ്ജി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ മുട്ടയായിട്ട് നമ്മുടെ ബാറ്ററിലേക്ക് എടുത്തു വെക്കുക. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് വെച്ചേക്കരുത്. നേരത്തെ തന്നെ നമ്മൾ മുട്ട ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് വെക്കരുത്. നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് മാത്രം മുട്ട ബാറ്ററിൽ ഡിപ്പ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ആ മുട്ടയുടെ മഞ്ഞക്കരു ബാറ്ററിലേക്ക് ചിലപ്പോൾ മിക്സ് ആയി പോവും. ഇനിയിപ്പോ നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോ നമുക്ക് കൈ കൊണ്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ കൈ കൊണ്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ഫോർക്ക് കൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എക്സസ് ആയിട്ടുള്ള ബാറ്റർ കൂടുതലായിട്ട് നമ്മുടെ എണ്ണയിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഫോർക്ക് ഉപയോഗിച്ചിട്ട് കൊടുക്കുന്നത്.
അപ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു 6 മുട്ടയാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് അരച്ച് ചേർക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച് ചേർക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തന്നെ ചേർക്കുന്നതായിരിക്കും. പിന്നെ മുട്ട ആയതുകൊണ്ട് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. കുറച്ച് അകന്ന് നിൽക്കണം മുട്ട ചൂടായി വരുന്നതനുസരിച്ച്. അപ്പം ഞാനൊരു 5 പീസ് ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്നുള്ളൂ. കൂടുതൽ എണ്ണയിൽ ഫ്രൈ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കുറച്ച് ഫ്രൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്ത ബാച്ചായിട്ട് 2-3 ബാച്ചായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ മുട്ട ബജി ഉണ്ടാക്കുമ്പോൾ മുട്ട ഇട്ടിട്ട് ഉടനെ തന്നെ നമ്മൾ തിരിച്ചിടാൻ നോക്കരുത്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. മുട്ടയുടെ ഒരു സൈഡ് ഒന്ന് കുക്ക് ആവാനുള്ള ഒരു ടൈം കൊടുക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ എണ്ണ വെച്ച് ചൂടാക്കിയതിന് ശേഷം മുട്ട ഇടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മുട്ടയൊന്ന് തിരിച്ചിടാം. കണ്ടോ, മുട്ട പൊട്ടി തെറിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് നിന്നിട്ട് തന്നെ മുട്ട ബജി ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ കൂടുതൽ മുട്ട ഒരുമിച്ചിടാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് തിരിച്ചിടാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുറച്ചായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്യാന്ന് പറയുന്നത്. മുട്ടയുടെ പുറം ഭാഗം എത്ര കളർ വേണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. ചില ആളുകൾക്ക് കൂടുതൽ ഫ്രൈ ആവുന്നതായിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് കുറച്ച് ഫ്രൈ ആവുന്നതായിരിക്കും ഇഷ്ടം. പിന്നെ മുട്ട ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഈ മഞ്ഞക്കരിയുള്ള പോർഷൻ ഉണ്ടല്ലോ, ഇത് മുകൾ ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ, ഈ വൈറ്റ് പോർഷൻ അടിഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. തിരിച്ചിടുമ്പോൾ മാത്രം നമ്മുടെ മുട്ടയുടെ മഞ്ഞ അടിഭാഗത്തായിട്ട് വരും. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വൈറ്റ് പോർഷനാണ് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളത്. 2 സൈഡും ഒരുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആയി വരണം. നമ്മൾ 2 സൈഡിലേക്കും തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ മുട്ട ബജി ഫ്രൈ ആയി തുടങ്ങി. ഇത്ര മതി. നമ്മൾ ആദ്യം ഇട്ട മുട്ട ബജിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതിൽ കൂടുതൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ മുട്ട ബജിയുടെ ആ ഒരു കാണാൻ ഭംഗിയുള്ള കളറൊന്നും മിസ്സായി പോകും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്ര വെച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, അതെങ്ങനെയാണോ നമ്മുടെ ഇഷ്ടം അതനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ബാച്ചും ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകരുത്. നമ്മൾ മുട്ട ആദ്യമേ തന്നെ ബാറ്ററിൽ ഇട്ട് വെക്കരുത്. പിന്നെ ഇതുപോലെ തന്നെ മുട്ടയുടെ മുകളിൽ നന്നായിട്ട് ബാറ്റർ കവർ ആയതിനു ശേഷം മാത്രം മുട്ട എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുട്ട ബജി വളരെ സിമ്പിളാണ്. ഇതുപോലെ തന്നെ നമ്മൾ വേറൊരു മുട്ട ബജി ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാർലിക് എഗ് ബജി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിന് പേരിട്ടിരുന്നത്. എന്താണെന്ന് വെച്ചാൽ അത് മുട്ട ബജി തന്നെയാണ്, പക്ഷെ കുറച്ച് വ്യത്യസ്തമായൊരു മുട്ട ബജിയാണ്. അപ്പോൾ ആ മുട്ട ബജി കണ്ടിട്ടില്ലാത്ത ആളുകൾ ആ മുട്ട ബജി കാണുക. അതുപോലെ തന്നെ നമ്മുടെ മുട്ടപ്പെട്ടി ഉണ്ടല്ലോ, ഇഫ്താർ സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്തത്, ആ മുട്ടപ്പെട്ടിയും ഉണ്ടാക്കി കഴിക്കാം. അപ്പം ഞാനിത് അടുത്തടുത്ത ബാച്ചുകളായിട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അതിനുശേഷം നമുക്കിനി ഫൈനലായിട്ട് പ്രസന്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മുട്ട ബജി എല്ലാം റെഡി ആയിട്ടുണ്ട്. മുട്ട ബജി കഴിക്കുമ്പോൾ ഒന്നുകിൽ നമ്മൾ ടൊമാറ്റോ സോസിന്റെ കൂടെ ചേർത്ത് കഴിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ മിൻ ചട്നിയുടെ കൂടെ ചേർത്ത് കഴിച്ചാലും ടേസ്റ്റ് ആണ്. അപ്പോൾ രണ്ടിലേതാണോ നമ്മുടെ കയ്യിലുള്ളത്, ടൊമാറ്റോ സോസ് എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. അപ്പോൾ ടൊമാറ്റോ സോസ് ആയിരിക്കും കുട്ടികൾക്കും കൂടുതൽ താല്പര്യം. അപ്പോൾ കുട്ടികളുടെ ഇഷ്ടമനുസരിച്ച് കുട്ടികൾക്ക് ടൊമാറ്റോ സോസിന്റെ കൂടെ കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് സ്പൈസി ആയിട്ട് മുട്ട ബജി കഴിക്കണമെന്നുണ്ടെങ്കിൽ മിൻ ചട്നി അല്ലെങ്കിൽ കോക്കനട്ട് ചട്നി, നല്ല തിക്കായിട്ട് കോക്കനട്ട് ചട്നി അരച്ചതിന് ശേഷം കോക്കനട്ട് ചട്നിയുടെ കൂടെ ചേർത്ത് നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും മുട്ട ബജി ഉണ്ടാക്കിയതിന് ശേഷം കഴിക്കുക. കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു പുഴയുണ്ട്. പുഴയുടെ അടുത്ത് വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇൻട്രോ പറയുന്നത് ഒരു സ്ഥലത്ത് തന്നെ ആവണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഒരു ചേഞ്ചിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരട്ടിൽ ക്രൗൺ പ്ലാസ ഹോട്ടലുണ്ടല്ലോ, ക്രൗൺ പ്ലാസ ഹോട്ടലിൻ്റെ ബാക്കിലാണിത്. ഈ സൈഡിൽ പുഴയുണ്ട്. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഇവിടെ മരട് മുനിസിപ്പാലിറ്റിയിലുള്ള വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. ഇവിടെ നിന്നാണ് ഞങ്ങളൊക്കെ കുടിക്കുന്ന വെള്ളം വരുന്നത്.
ഇരുട്ടായി തുടങ്ങിയതുകൊണ്ട് വീഡിയോയിൽ കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും എല്ലാ ദിവസവും എന്നെ മാത്രം കണ്ട് അതുപോലെ തന്നെ കുക്കിംഗ് മാത്രമല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു ചേഞ്ച് ആയിട്ട് ഔട്ട്ഡോറിൻ്റെ കുറച്ച് പോർഷൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായിപ്പോയി. ഇപ്പോൾ 6 മണിയായി. അതുകൊണ്ട് നന്നായിട്ട് ഇരുട്ടായി തുടങ്ങി. ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അടുത്ത ദിവസം മുതലുള്ള വീഡിയോയിൽ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ കാണാം. ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ നമ്മുടെ അടുത്ത കുക്കിങ്ങുമായിട്ട് കാണാം. എന്താ ബോട്ട്സ് ഒക്കെ വരുന്നുണ്ട്. ഇതിവിടെ ലൈം മെറിഡിയനിലോ അതോ ക്രൗൺ പ്ലാസയുടെ അങ്ങനെയുള്ള ബോട്ട്സൊക്കെ ആണെന്ന് തോന്നുന്നു. 2 ബോട്ടുണ്ട്. നമ്മളിങ്ങനെ വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ കുണ്ടന്നൂർ പാലത്തിലേക്ക് പോകുമ്പോഴും മിക്ക ദിവസവും കാണുന്നൊരു കാഴ്ച തന്നെയാണ് ഇതുപോലെ ബോട്ടുകളൊക്കെ പോകുന്നത്. ഇവിടെ ഒരു ബോട്ട് ക്ലബ്ബ് അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട് ഇവിടെ പാലത്തിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ അവിടെയും അവർക്ക് ബോട്ടുകളൊക്കെ ഉണ്ട്. നമുക്ക് വൈകുന്നേരം പുഴയിലൂടെ ഒരു ചെറിയ യാത്രയൊക്കെ നടത്താൻ പറ്റിയ 1 മണിക്കൂറത്തേക്കൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റിയ ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ട്. ഒരു ഫാമിലിക്കൊക്കെ സുഖമായിട്ട് പോവാം. വൈകുന്നേരം ടൈമായിരിക്കും നല്ലതെന്ന് വെച്ചാൽ കൂടുതൽ വൈകുന്നേരമാണ് നമ്മൾ കാണുന്നത്. എന്ന് വെച്ചാൽ വെയിലൊക്കെ മാറിക്കഴിഞ്ഞിട്ടുള്ളൊരു ടൈമിൽ. ഇതിപ്പോൾ നമുക്ക് ഹൗസ് ബോട്ട് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഹൗസ് ബോട്ടിൻ്റെ പോലെ നമ്മളിപ്പോൾ നമ്മുടെ കുമരകത്തൊക്കെ കാണുന്ന ഹൗസ് ബോട്ടിൻ്റെ പോലെയുള്ള വലിപ്പമൊന്നുമില്ല. പക്ഷേ ചെറിയ ബോട്ടുകൾ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ഐക്കണിലും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും.